ക്രൂശിതനായ എൻ്റെ ഈശോയെ, അങ്ങേ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവേ, പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ 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 എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ ഒന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ അമ്മേ, മാതാവേ, അങ്ങ് ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ശിമയോന്റെ പ്രവചനം കേട്ടപ്പോൾ നീ ചിന്തിയ രക്തക്കണ്ണീരിനെ പ്രതി. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം
ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. ഓ ഈശോ, 12-ാം വയസ്സിൽ അങ്ങയെ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം
ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. നാലാം ദിവ്യരഹസ്യം. സ്നേഹനാഥനായ ഈശോ അങ്ങു ഗാഗുൽത്തായിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപഭാരമാകുന്ന കുരിശും പേറിപ്പോയപ്പോൾ അങ്ങയെ കണ്ട് വ്യാകുലയായ അമ്മ തൂകിയ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. ഓ ഈശോ, അങ്ങയുടെ പാടുപീഡകളും ക്രൂശിലെ മരണവും കണ്ട് ഹൃദയം നുറങ്ങി വിലപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന
പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. ആറാം ദിവ്യരഹസ്യം. ഈശോനാഥ, അങ്ങേ മൃതശരീരം കുരിശിൽ നിന്നും ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ വേദനയോടുകൂടി ചിന്തിയ കണ്ണീർ തുള്ളികളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ
ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. ഏഴാം ദിവ്യരഹസ്യം. ഓ ഈശോ, അങ്ങേ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ദുഃഖാധിക്യത്താൽ പരിശുദ്ധ അമ്മ തൂകിയ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സമാപന പ്രാർത്ഥന. ഓ മറിയമേ, വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ, ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ. ഞങ്ങൾക്കായി ചിന്തിയ അങ്ങയുടെ രക്തക്കണ്ണീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ അങ്ങയുടെ പ്രിയപുത്രന്റെ പക്കൽ നിന്നും ലഭിച്ചു തരണമേ. ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ. ഓ മറിയമേ, അങ്ങയുടെ രക്തക്കണ്ണീരാൽ പിശാചിന്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ വണക്കമാസം 19-ാം ദിവസം. ഈശോയുടെ മരണം മറിയത്തിൻ്റെ ഹൃദയത്തെ കുത്തിമുറിപ്പെടുത്തിയ 5-ാമത്തെ വ്യാകുലതയാകുന്നു. ദിവ്യരക്ഷകൻ ഗാഗുൽത്താമലയിൽ എത്തിയ ഉടൻ ഘാതകന്മാർ തൻ്റെ ഉടുപ്പുകൾ ബലമായി ഉരിഞ്ഞെടുത്തു. അനന്തരം തൻ്റെ തിരുക്കരങ്ങളിലും പാദങ്ങളിലും വിശുദ്ധ ബെർണാഡ് പറയുന്നത് പോലെ മുനയില്ലാത്ത യാണികൾ ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റി തന്നെ കുരിശിൽ പതിക്കുകയും
ഒരു സ്ഥലത്ത് ഉയർത്തി സ്ഥാപിക്കുകയും ചെയ്തിട്ട് അവർ അല്പം മാറി നിലകൊണ്ടു. എന്നാൽ മറിയം മരണത്തിൽ ഈശോയെ സഹായിക്കുവാൻ വേണ്ടി കുരിശിൻ്റെ അടുക്കൽ അടുത്തു ചെല്ലുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ വേർപിരിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ കുരിശിനോട് ഞാൻ ഏറെ അടുത്തു നിന്നിരുന്നു എന്ന് ദിവ്യജനനി ബ്രിജിത്ത പുണ്യവതിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ബൊനവെഞ്ചർ പറയുന്നത് പോലെ ഈശോയോട് ചെയ്യപ്പെടുന്ന നിന്ന തൻ്റെ അമ്മയായ മറിയത്തിനും പറ്റുന്നതാകയാൽ ആ രാജ്ഞി കുരിശിൻ പക്കൽ നിൽക്കുന്നതിന് ലജ്ജ പ്രതിബന്ധമാക്കേണ്ടതായിരുന്നു. സൃഷ്ടി തൻ്റെ സൃഷ്ടാവിനെ കുരിശിൽ തറച്ചു വധിക്കുക എന്നുള്ള ഭയങ്കര പാതകം നോക്കിക്കാണുന്നതിലുള്ള വെറുപ്പും നടുക്കവുമെങ്കിലും മറിയത്തിൻ്റെ സാന്നിധ്യത്തെ നിരോധിക്കേണ്ടതായിരുന്നു. എന്നാൽ ലജ്ജയോ ഭയമോ വെറുപ്പോ വേദനയോ ഒന്നും ദിവ്യജനനിയെ തൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ പര്യാപ്തമായില്ല. പുത്രൻ്റെ പീഡയും മരണവും മാത്രം ദൃഷ്ടിയിൽ പതിച്ച് അവയെക്കുറിച്ച് സഹതപിക്കുകയെങ്കിലും ചെയ്യുന്നതിന് അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരിക്കണമെന്നായിരുന്നു മറിയത്തിൻ്റെ ദൃഢനിശ്ചയം. ഹാ ദൈവമേ, അവിടെ കാണുന്ന കാഴ്ച എത്രയോ ദാരുണം, എത്ര സന്താപജനകം. പുത്രൻ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നു. ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ആണികൾ താങ്ങുന്നു. ശിരസ് മുൾമുടി കൊണ്ട് വേദന സഹിക്കുന്നു. ദേഹം മുഴുവൻ മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈശോ കീർത്തി സംബന്ധമായി സഹിച്ച കഠിന വേദനകളും ദൈവമാതാവിനെ വ്യാകുല സമുദ്രത്തിലാഴ്ത്തി. അവിടെ സന്നിഹിതരായിരുന്ന ജനക്കൂട്ടം മിശിഹ കുരിശിൽ മരണവേദനകൾ അനുഭവിക്കുന്ന നേരത്തുപോലും തന്നെ അധിക്ഷേപിക്കുകയായിരുന്നു. കടന്നുപോയിരുന്നവർ തലകുലുക്കി തന്നെ ദുഷിച്ചുകൊണ്ട്, നീ ദൈവപുത്രനാകുന്നുവെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക എന്ന് പറഞ്ഞിരുന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ ഇവന് ശക്തിയില്ല. ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നും മറ്റുമായിരുന്നു പ്രധാനാചാര്യന്മാർ ആദിയായവരുടെ പരിഹാസം. ഈ സംഗതികളെക്കുറിച്ച് പരിശുദ്ധ കന്യകമറിയം തന്നെ ബ്രിജിത്ത പുണ്യവതിയോട് പറഞ്ഞത്, എൻ്റെ പുത്രനെ ചിലർ തസ്കരനെന്നും മറ്റു ചിലർ ദ്രോഹി എന്നും വിളിക്കുന്നത് ഞാൻ കേട്ടു. വേറെ ചിലർ അവനെ പോലെ മരണത്തിന് യോഗ്യനായി വേറെ ആരും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കിവയെല്ലാം നവമായ ദുഃഖത്തെ ജനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ക്രിസ്ത്യാനികളെ, നമ്മുടെ ഈശോയും പ്രിയമാതാവും ഇത്ര വളരെ വേദനകൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്നേഹത്തെക്കുറിച്ചല്ലയോ? ഇത്രയധികം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവിനെയും മാതാവിനെയും നാം സ്നേഹിക്കാതിരുന്നാൽ അതെത്ര വലിയ നന്ദിഹീനതയാണ്. ആകയാൽ അവരെ പൂർണ്ണമായി നാം സ്നേഹിക്കണം. അവരുടെ സ്നേഹത്തെക്കുറിച്ച് എന്തുതന്നെ സഹിക്കേണ്ടി വന്നാലും, നമ്മുടെ ജീവനെ പോലും ബലിയിടേണ്ടി വന്നാലും നാം സുസ്ഥിരമായി നിലനിൽക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖപൂരിതയായ മറിയമേ, നിന്റെ പുത്രൻ യേശു ശ്രീവാമയിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് 3 മണിക്കൂർ നേരം തൂങ്ങിക്കിടക്കയിൽ എത്രയധികം കഠോരവും അഗോചരവുമായ വേദന നീ അനുഭവിച്ചു. ആസന്ന മരണനായി തൂങ്ങിക്കിടക്കുന്ന സമയത്ത് കൂടെയും ഈശോയിൽ നിന്ന് അനവധി നന്മകൾ കൈക്കൊണ്ട യൂതന്മാർ ഈശോയെ അധികമായി അധിക്ഷേപിക്കുന്നതിന് പ്രയോഗിച്ച കഠിനമായി നിന്ന വാക്കുകൾ ഈശോയുടെ ഹൃദയത്തെ എത്രയോ അധികം സങ്കടപ്പെടുത്തി. നിന്റെ ഹൃദയവും പുത്രന്റെ ഹൃദയവും സ്നേഹാധിക്യത്താൽ ഒന്നായിരുന്നത് കൊണ്ട് പുത്രൻ സഹിച്ച വേദനയും ദുഃഖവും അതേ നേരത്തെ തന്നെ നീയും അനുഭവിച്ച് പീഡാസാഗരത്തിൽ നിമഗ്നയായല്ലോ. നിങ്ങൾ ഇരുവരും ഈ വേദനയും സങ്കടവും അനുഭവിക്കുന്നത് എന്നോടുള്ള സ്നേഹാധിക്യത്താലാണെന്ന് ഞാൻ അറിയുന്നു. ഇത്ര വളരെ സ്നേഹിക്കുന്ന നിങ്ങളെ ഞാൻ സ്നേഹിക്കാകിയാൽ എൻ്റെ നന്ദിഹീനത എത്ര വലുതായിരിക്കും. ആകയാൽ നിങ്ങളെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും നിങ്ങളെ പ്രതി എന്തും സഹിക്കുവാനും ആവശ്യപ്പെട്ടാൽ ജീവനെ കൂടി ഉപേക്ഷിക്കുവാനും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങേ സഹായം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് എന്നെ നീ സഹായിക്കണമേ. ആമേൻ.
കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വ്യാകുല മാതാവിന്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദ് കുദിശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടാതെ വന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാലിത്തൊഴുത്തിൽ പോയി താമസിക്കുന്നതിന് നിർബന്ധിക്കപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കടിഞ്ഞൂൽ പുത്രനെ പുൽക്കൂട്ടിൽ കിടത്തിയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ ചേതനാചാരത്തെ സഹതാപത്തോടെ ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രൻ വിവാദത്തിന്റെ അടയാളമായി വെക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ ആത്മാവിൽ
ഒരു വാൾ കടക്കുമെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനോടുകൂടെ ഈജിപ്തിലേക്ക് ഓടിയൊളിപ്പാൻ ആവശ്യപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർദോഷികളായ ശിശുക്കളുടെ സംഹാരത്തിൽ വേദനിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് അപ്രത്യക്ഷനായ പുത്രനെ 3 ദിവസം സങ്കടത്തോടെ അന്വേഷിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രന്റെ നേരെ യഹൂദന്മാർക്കുണ്ടായിരുന്ന തീരാത്ത പകയെ അറിഞ്ഞിരുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജെറൂസലമിലേക്ക് പീഡ സഹിക്കുവാൻ പോകുന്നതിന് പുത്രനെ അവസാനത്തെ അത്താഴനാൾ മഹാദുഃഖത്തോടെ യാത്രയാക്കിയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ യൂദാസിനാൽ ചതിവായി കാട്ടിക്കൊടുക്കപ്പെട്ടെന്നും ബന്ധിച്ചു കൊണ്ടുപോകപ്പെട്ടെന്നും അറിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ പാതകനെ പോലെ പ്രധാനാചാര്യന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ടെന്ന് ഗ്രഹിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനിൽ കളവായി കുറ്റം ചുമത്തപ്പെട്ടെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ തിരുക്കരണത്തിൽ ഭയങ്കരമായ വിധം അടിച്ചു എന്ന് ഗ്രഹിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ യഹൂദന്മാരാലും പടയാളികളാലും എത്രയും കഠിനമായ വിധം ഉപദ്രവിക്കപ്പെട്ടെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ ബറാബാസിന് പിന്നിടപ്പെട്ടെന്ന് അറിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും മുൾമുടി ചുടിക്കപ്പെടുകയും ചെയ്ത പുത്രനെ ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ എത്രയും അന്യായമായി ഉച്ചരിക്കപ്പെട്ട വിധി തീർപ്പ് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാരമുള്ള സ്ലീവ വഹിച്ചിരുന്ന പുത്രനെ എതിരെ ചെന്ന് കണ്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ തൃക്കൈകളും കാലുകളും ഭയങ്കരമായ ആണികളാൽ തറയ്ക്കപ്പെടുന്നത് ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീവായിൽ കിടന്ന് പുത്രന്റെ അന്തിമ വാക്കുകളെ കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാമരണവേദന അനുഭവിച്ചിരുന്ന പുത്രന്റെ സമീപത്ത് നിന്നിരുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീബായിൽ നിന്നിറക്കിയ പുത്രന്റെ മൃതശരീരത്തെ സ്വന്തം മടിയിൽ സ്വീകരിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ ശരീരം സംസ്കരിക്കപ്പെട്ട ശേഷം മഹാക്ലേശത്തോടും ആശ്വാസമില്ലാതെയും വീട്ടിൽ പിന്തിരിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ലേശിതരുടെ സന്തോഷമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുർബലന്മാരുടെ ധൈര്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രന്റെ എത്രയും കഠിന പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ഹൃദയത്തിലെ എത്രയും കഠോര ദുഃഖങ്ങളെ കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അത്യധികമായ ഖേദത്തെയും താപത്തെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സീമാതീതമായ പീഡകളെ കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിലാപത്തെയും അശ്രുക്കളെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ മാതൃസഹതാപത്തെക്കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയേറിയ മധ്യസ്ഥത വഴിയായി വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. അമിത ദുഃഖത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. അധൈര്യശീലത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പാപത്തിന്റെ സകല അവകാശങ്ങളിലും ആപത്തുകളിലും നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ കെണികളിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. ഹൃദയ കാഠിന്യത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പശ്ചാത്താപമില്ലായ്മയിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. ആകസ്മികവും ഒരുക്കമില്ലാതിരിക്കയിൽ വരുന്നതുമായ മരണത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യശിക്ഷാവിധിയിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പാപികളായ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ യഥാർത്ഥ വിശ്വാസത്തിലും ശരണത്തിലും ഉപവിയിലും ഞങ്ങളെ കാത്തുപരിപാലിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അനുതാപവും മാനസാന്തരവും ഞങ്ങൾക്ക് തരുവിപ്പാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അനുതാപവും മാനസാന്തരവും ഞങ്ങൾക്ക് തരുവിപ്പാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ആശ്വാസവും സഹായവും നൽകുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആസന്ന മരണാവസ്ഥയിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആയുസ്സിന്റെ ഭാഗ്യാവസാനം ഞങ്ങൾക്ക് പ്രാപിച്ചു തരുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവേശ്വരന്റെ മാതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടിയും കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടിയും കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടിയും കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എത്രയും വ്യാകുലയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. ഈശോ മിശിഹാ കർത്താവേ, അങ്ങ് വേദന അനുഭവിക്കുന്ന സമയത്ത് വ്യാകുലതയുടെ വാളാൽ ആത്മാവിൽ മുറിപ്പെടുത്തപ്പെട്ട അങ്ങേ മാതാവായ ഭാഗ്യവതി കന്യകമറിയം, അങ്ങേ കൃപയുടെ സിംഹാസനത്തിൻ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മധ്യസ്ഥയായി നിൽക്കുവാൻ കൃപ ചെയ്യണമേ. ഈ പ്രാർത്ഥന പിതാവിനോടും റൂഹാദ് ഖുദ്സയോടും കൂടെ നിത്യമായി ജീവിച്ചു വാഴുന്ന ലോകരക്ഷിതാവായി ഈശോ മിശിഹായെ അങ്ങ് വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. സുഹൃത ജപം. കഠിന വേദന സഹിച്ച ഈശോയെ, മറിയമേ, നിങ്ങളുടെ സ്നേഹം എന്നിൽ കത്തിജ്വലിക്കട്ടെ. സൽക്രിയ. ഈശോയുടെ പീഡാനുഭവത്തെ ഓർത്ത് 5 സ്വർഗസ്ഥനായ പിതാവേ, 5 നന്മ നിറഞ്ഞ മറിയമേ, 5 ത്രിത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കുക.